T20 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള സൂപ്പർ 8-ലെ വൻ തോൽവി ഇന്ത്യയെ മൊത്തത്തിൽ തളർത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷ കാണില്ല കേട്ടാ. ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബോളിങ്ങിലും ഇന്ത്യയെ നിഷ്പ്രഭമാക്കിയ സൗത്ത് ആഫ്രിക്ക 76 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ആഘോഷിച്ചത്. അവർ നൽകിയ 188 റൺസിന്റെ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ 20 ഓവർ പോലും ക്രീസിൽ നിൽക്കാനായില്ല കേട്ടാ. വെറും 111 റൺസിന് ടീം മൊത്തത്തിൽ ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഈ പരാജയം ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾ പോലും അവതാളത്തിലാക്കിയിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. പരാജയത്തേക്കാൾ അതിൻ്റെ മാർജിനാണ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നത്. ശേഷിച്ച 2 കളിയിൽ ജയിച്ചാൽ പോലും സെമിയിലേക്ക് കയറുന്ന കാര്യം സംശയമാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഈ ഒരു തോൽവിക്ക് ശേഷം ഇന്ത്യ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനക്കാരായി മാറിയിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല -3.800 എന്ന് പറഞ്ഞ ഒരു വലിയൊരു മാർജിൻ പോയിന്റ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു പോയിന്റ് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ പ്ലസ് ആക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സിംബാബ്വേയുമായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ടും നടക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ ഇന്ത്യ വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം കേട്ടോ. അത് ഇന്ത്യ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഇനി ഇന്ത്യക്ക് മത്സരങ്ങൾ വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെയും പിന്നൊന്ന് സിംബാബ്വേൻ്റെ കൂടെയാണ്. ഈ വരാൻ പോകുന്ന 26-ാം തീയതിയാണ് സിംബാബ്വേൻ്റെ കൂടെ കളി വരാൻ പോകുന്നത്. 1-ാം തീയതി വെസ്റ്റ് ഇൻഡീസുമായിട്ട്. ഈ 2 മത്സരങ്ങൾ ജയിച്ചാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനലിൽ എത്തുന്ന കാര്യം സംശയമാണ് കേട്ടോ. കാരണം ഇത്രയും വലിയൊരു മൈനസ് പോയിന്റ് അവിടെ ഉള്ളത് അത് പോസിറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 മത്സരത്തിൽ ഇന്ത്യ കാര്യമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അത് മാത്രമല്ല മത്സര ഫലങ്ങളും ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇനി ഇന്ത്യക്ക് സെമി ഫൈനലിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ചാൻസാണ് ഉള്ളത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്ക ഈ ഒരു ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ട് സെമിയിലേക്ക് പോകണം എന്നുള്ളതാണ്. 2ാം സ്ഥാനക്കാരായിട്ട് ഇന്ത്യയും വരണം. അതിനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇനി വരുന്ന 2 മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേ ആയിട്ട് വരുന്ന 2 മത്സരങ്ങളും സൗത്ത് ആഫ്രിക്കയും ജയിക്കണം. അതേപോലെ തന്നെ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേ ആയിട്ട് വരുന്ന മത്സരങ്ങൾ ഇന്ത്യയും ജയിക്കണം. അങ്ങനെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് ഇനി എന്തായാലും ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നറിയില്ല. പിന്നെയും സാധ്യതകളുണ്ട്. സാധ്യതകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അഥവാ അത് ഈ ഒരു ഗ്രൂപ്പിലെ പോയിന്റിൻ്റെ നെറ്റ് റേറ്റും റൺ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നീടുള്ള സാഹചര്യങ്ങൾ ഉള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു മാർജിൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ, മാർജിൻ ഓഫ് റൺ റേറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് അത്ര കവർ ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല. അതിനേക്കാളും ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി സൗത്ത് ആഫ്രിക്ക ഈ ഒരു ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകുകയും ഇന്ത്യ സെക്കൻഡ് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് അടുത്ത സെമിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ഇനി വരാൻ പോകുന്ന 26-ാം തീയതിയും അതേപോലെ തന്നെ 1-ാം തീയതിയുമാണ് ഇന്ത്യക്ക് കളി വരാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കേട്ടോ.